സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ലൂയിസ് ഗ്ലിക്കിനൊപ്പം അമേരിക്കൻ സാഹിത്യ സൈറ്റിൽ കവിതകൾ എഴുതുകയാണ് കോഴിക്കോട് കക്കട്ടിലെ പി.എ. നൌഷാദ് എന്ന അധ്യാപകൻ. ലൂയിസ് ഗ്ലിക്കിന്റെ കവിതകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റുന്നുമുണ്ട് ഈ ആരാധകൻ. ഡിസംബറിന്റെ അവസാന നാളിലൊന്നിൽ അച്ഛനും ഞാനും ന്യൂയോർക്കിലേക്ക് സർക്കസ് കാണാൻ പോകവേ ആഞ്ഞാഞ്ഞു വീശുന്ന കാറ്റിൽ അച്ഛൻ എന്നെ തോളോട് ചേർത്തു. റെയിൽ പാളങ്ങളുടെ ചേർപ്പുകളിൽ വെളുത്ത തുണ്ടുകടലാസുകൾ പാറിക്കളിച്ചു. അച്ഛന് ഇഷ്ടം ഇങ്ങനെ ചേർത്ത് നിർത്താനായിരുന്നു. ലൂയിസ് ഗ്ലിക്കിന്റെ സ്നോ എന്ന പ്രശസ്തമായ കവിത പി.എ. നൌഷാദ് ഇങ്ങനെ മൊഴിമാറ്റുന്നു. ഗ്ലിക്കിന്റെ കവിതകളോടുള്ള അടുപ്പം ഗ്ലിക്കിന് നോബൽ സമ്മാനം ലഭിക്കുന്നതിന് മുമ്പേ നൌഷാദിനുണ്ടായിരുന്നു. ലൂയിസ് ഗ്ലിക്കുമായി നിരവധി തവണ കവിതകളെക്കുറിച്ച് ആശയവിനിമയം നടത്താനും നൌഷാദിന് സാധിച്ചു. പ്രചോദനമാണ് ലൂയിസ് ഗ്ലിക്കിന്റെ കവിതകൾ. സാമൂഹിക ജീവിതത്തിലെ കാപട്യങ്ങളും ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകളും കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകളും കവിതകളിൽ നിറയുന്നു. അമേരിക്കൻ സാഹിത്യ സൈറ്റിൽ ഇംഗ്ലീഷ് കവിതകൾ എഴുതുന്നതിനിടയിൽ നിരവധി ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രചോദനകരമായ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഇംഗ്ലീഷ് കവിതകളിലൂടെ ലൂയിസ് ഗ്ലിക്കുമായി ബന്ധം രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നത്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു ബന്ധം രൂപപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹം കടന്നു വന്ന വഴികൾ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെയാണ്. അത് അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് രൂപപ്പെടുത്തുന്ന നിരാശയെ മറികടക്കുന്ന രീതിയിലുള്ള ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷകളും സ്നേഹത്തിന്റെ അനശ്വരതയെ പുൽകാനുള്ള ആഗ്രഹവുമൊക്കെ അതിമനോഹരമായി ആ കവിതകളിൽ വരച്ചു കാട്ടപ്പെടുന്നു. ഇതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രചോദനമായി തീർന്നത്. ലൂയിസ് ഗ്ലിക്കിന്റെ മിക്ക കവിതകളും വായിക്കുകയും സൈറ്റിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട് നൌഷാദ്. ഇംഗ്ലീഷ് ഭാഷാ വിദഗ്ധനായ ഈ സാമൂഹ്യശാസ്ത്രാധ്യാപകൻ ഇംഗ്ലീഷിൽ നിരവധി കവിതകളും എഴുതിയിട്ടുണ്ട്. ലോകം മുഴുവനും ആരാധകരുള്ള ലൂയിസ് ഗ്ലിക്കിന്റെ ഓരോ കവിതയും കക്കട്ടിലിനടുത്ത കണ്ടോത്തുകുനിയിലെ കൊച്ചു ഗ്രാമത്തിലിരുന്ന് ഈ ആരാധകൻ മൊഴിമാറ്റുകയാണ്. നീ എന്നോട് ഒരാഗ്രഹം പറഞ്ഞ ദിവസം ഓർക്കുന്നോ? ഞാൻ ഒരുപാട് ആഗ്രഹങ്ങൾ പറയാറുണ്ടല്ലോ. പൂമ്പാറ്റയെപ്പറ്റി നിന്നോട് കള്ളം പറഞ്ഞ ആ ദിവസം നീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നോർത്ത് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.